ദളിത് പെൺകുട്ടിയെ മതം മാറ്റാൻ കേരളത്തിലേക്ക് കടത്തിയ രണ്ടുപേർ യുപിയിൽ പിടിയിൽ. ലിൽഹാട്ട് ഗ്രാമത്തിലെ താമസക്കാരായ കഷ്കാഷ ബാനോ, മുഹമ്മദ് കൈഫ് എന്നിവരാണ് അറസ്റ്റിലായത്. 15 വയസ്സുകാരിയായ തൃശ്ശൂരിലാണ് എത്തിച്ചത്. മെയ് 8-ന് കഷ്കാഷ ബാനോയും മറ്റൊരാളും 15 വയസ്സുള്ള തന്റെ മകളെ പണം നൽകി വശീകരിച്ച് മതപരിവർത്തനത്തിനായി കേരളത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് പെൺകുട്ടിയുടെ അമ്മയുടെ പരാതി. ദരിദ്ര കുടുംബങ്ങളിൽപ്പെട്ട പെൺകുട്ടികളെ മതപരിവർത്തനത്തിനായി കേരളത്തിലേക്ക് കൊണ്ടുപോകുന്ന സംഘടിത റാക്കറ്റുകളുടെ ശൃംഖലയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് പോലീസ്. दिनांक 28 जून को थाना फूलपुर पर ग्राम लिलहट निवासिनी श्रीमती गुड्डी देवी द्वारा एक तहरीर थाने पे दी गई, जिसमें उनके द्वारा सूचना दी गई कि दिनांक 8 मई को लिलहट की ही रहने वाली दरकशा बानो पुत्री मोहम्मद इस्माइल उम्र 19 वर्ष द्वारा पहला फुसाक कर व पैसों का प्रलोभन देकर उसकी 15 वर्षीय नाबालिग लड़की को धर्म परिवर्तन कराने के उद्देश्य से केरल ले जाया गया तथा इस संबंध में थाना फूलपुर पर सूचना देने पर अज्ञात नंबर से फ़ोन करके गाली गलौज व जान से मारने की धमकी दी। इस सूचना पर सहायक पुलिस आयुक्त फूलपुर द्वारा पीड़िता के घर पर जाकर उससे वार्ता की गई तथा घटनाक्रम और घटनास्थल का निरीक्षण किया। हमारी लड़की 8 मई को दावत खाने गई थी कोटेदार की बिटिया के साथ शादी में, और वहीं से गायब हो गई 10 बजे रात। हम हेर रहे थे कहाँ गई, और दरस्ता के साथ फूलपुर पैदल आई थी और उसके बाद वहीं से गायब हो गई। यहाँ से इलाहाबाद एक लड़का ने पहुँचाया इलाहाबाद तक। उसके बाद इन्हें टिकट कटाया दरस्ता ने, उसके बाद ले गए दिल्ली पहुँच गई। दिल्ली से केरला गई। केरला से हमारे लगे फ़ोन आया था, वो बोली कि अम्मी हमको पकड़ा है, आओ छुड़ा लो। तो आए, हम पुलिस की इतला दिए थे, पुलिस ने छुड़ा के ले आए हमारी लड़की के। വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. ആ പെൺകുട്ടിയുടെ അമ്മയാണ്, 15 വയസ്സുകാരുടെ അമ്മയാണ് സംസാരിച്ചത്. രണ്ടുപേരെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 2 പേരാണ് യുപിയിൽ പിടിയിലായിരിക്കുന്നത്. വി വിനോദ് ഉണ്ട്. വിനോദ്, ഇത് സ്ഥിരം ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്ന ആളുകളാണോ ഈ 2 പേർ എന്ന് പറയുന്നത്? ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ തന്നെ ആകുമല്ലോ സ്വാഭാവികമായും. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, അതീവ ഗൗരവമുള്ളൊരു വിഷയമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉത്തരേന്ത്യയിൽ നിന്ന് ആളുകളെ കേരളത്തിലെത്തിച്ച് മതം മാറ്റുന്നു, ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തുന്നു. അതിൻ്റെ ഒരു തെളിവായി ഈ കേസ് മാറുകയാണ്. യുപി പോലീസാണ് ഇപ്പോൾ 2 പേരെ പിടികൂടിയിരിക്കുന്നത്. 15 വയസ്സുകാരി, അവിടുത്തെ ദളിത് കുടുംബത്തിലെ ദരിദ്ര കുടുംബാംഗമാണ്. ഈ 15 വയസ്സുകാരിയെ ഇരുവരും ചേർന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇത് ഇങ്ങനൊരു മതം മാറ്റൽ മാഫിയയുടെ കയ്യിലാണ് താൻ എത്തിപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി തൃശ്ശൂർ പോലീസിനെ പെൺകുട്ടി വിവരമറിയിക്കുകയും ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയുമായിരുന്നു. ഇവരെ ഇപ്പോൾ യുപി പോലീസാണ് പിടികൂടിയിട്ടുള്ളത്. ഇതിൻ്റെ വിവരം ഇങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്. കഷ്കാഷ ബാനോ ഈ യുപി സ്വദേശിയായ ഒരാളാണ്, മറ്റൊരാൾ മുഹമ്മദ് കൈഫ്. ഈ 2 പേരുമാണ് ഈ പെൺകുട്ടിയെ, 15 വയസ്സുള്ള പെൺകുട്ടിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. മതം മാറ്റുന്നതിന് വേണ്ടിയായിരുന്നു നീക്കം. ജൂൺ 28-ന് ലിൽഹട്ട് ഗ്രാമത്തിലെ ഗുഡ്ഡി ദേവി എന്ന സ്ത്രീ ഫുൽപൂർ പോലീസിനെ സമീപിച്ചതോടെയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. മെയ് 8-ന് കഷ്കാഷയും ബാനോയും മറ്റൊരാളും 15 വയസ്സുള്ള തൻ്റെ മകളെ പണം നൽകി വശീകരിച്ച് മതപരിവർത്തനത്തിനായി കേരളത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് അവർ പോലീസിൽ പരാതി നൽകിയത്. ഇതേ സമയം തന്നെയാണ് ഈ പെൺകുട്ടിയും ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കം നടത്തുന്നത്. അങ്ങനെ പോലീസ് അന്വേഷണത്തിൽ ഈ 2 അംഗ സംഘത്തെ പിടികൂടുകയായിരുന്നു. ഇതിൽ മുഹമ്മദ് കൈഫ് പെൺകുട്ടിയെ ഗർഭചിത്രം നടത്താൻ ശ്രമിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയത് സംബന്ധിച്ചുള്ള വിവരങ്ങളും ലഭിച്ചു. നമുക്കറിയാം, നേരത്തെ ഈ PFI നിരോധനം വരുന്നതിന് മുൻപ് സത്യസരണി പോലുള്ള കേന്ദ്രങ്ങൾ അവിടെ വലിയ തോതിൽ മതപരിവർത്തനം നടത്തുന്നു എന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു. അത് സംബന്ധിച്ച് വിപുലമായ അന്വേഷണം നടന്നിരുന്നു. ഹാദിയ കേസും അതോടൊപ്പം തന്നെ മറ്റ് പല കാര്യങ്ങൾ അല്ലെങ്കിൽ ആ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട കേസുകൾ വരുന്ന സമയത്തൊക്കെ തന്നെ ഉയർന്നു വന്ന പേരാണ് ഈ സ്ഥാപനത്തിൻ്റേത്. ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം പിന്നീട് ED ഉൾപ്പെടെ ഇടപെട്ട് അവസാനിപ്പിക്കുന്നൊരു നിലയുണ്ടായി. പക്ഷേ അടുത്തിടെ പോലും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരികയും അവരുടെ പ്രവർത്തനം സജീവമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നു. ഗൂഗിൾ പേ വഴിയൊക്കെ പണം ശേഖരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളും പുറത്തു വന്നിരുന്നു. നേരത്തെ ഈ PFI നിരോധിക്കുന്നതോടൊപ്പം തന്നെ PFIക്ക് മേൽ കേന്ദ്ര ഏജൻസികളുടെ ഒരു നിരീക്ഷണം വരുന്നതോടൊപ്പം തന്നെയാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് മേലേക്കും ശ്രദ്ധ വരുന്നതും അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള നടപടി ഏജൻസികൾ സ്വീകരിച്ചതും. പക്ഷേ ഇപ്പോഴും ഈ സ്ലീപ്പർ സെല്ലുകളായി ഇത്തരം കേന്ദ്രങ്ങൾ
പ്രവർത്തിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് പറയുന്നത് ഇതാദ്യമായല്ല ഇങ്ങനെ മതപരിവർത്തനത്തിന് കേരളം കേന്ദ്രമാകുന്നത്. പലപ്പോഴായി പലയിടങ്ങളിൽ നിന്ന് ആളുകളെ ഇവിടേക്ക് കൊണ്ടുവരുന്നു എന്ന വിവരം യുപിയിൽ നിന്ന് ഈ പെൺകുട്ടിയെ കേരളത്തിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അവർക്ക് ഇവിടെയും ചില സഹായങ്ങളൊക്കെ ലഭിക്കണമല്ലോ. ഈ കേരളം അതിന് പറ്റിയ ഒരു സ്ഥലമാണ് എന്നവർക്ക് മനസ്സിലാകണം. അതിന് ഇവിടുന്നും സഹായം വേണം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇങ്ങനെ ഒരുപാട് ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നും ഇവിടുത്തെ ആരുടെയെങ്കിലുമൊക്കെ സഹായത്തോടു കൂടി ഈ പരിവർത്തനം നടന്നു എന്നുമാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ആ നിലയ്ക്ക് തന്നെയാണ്. പ്രയാഗ്രാജിൽ നിന്നാണ് ഇവർ 3 പേരും ഒരുമിച്ച് പുറപ്പെടുന്നത്. അവിടെ നിന്ന് തീവണ്ടി മാർഗം ഇവിടേക്ക് എത്തുന്നുണ്ട്. ആ സമയത്ത് പെൺകുട്ടിയെ കൊണ്ടുവരാൻ ഇവർ 2 പേരും സംഘടിതമായി നടത്തുന്ന ഒരു ശ്രമം, പണം വാഗ്ദാനം ചെയ്യുന്നു. 15 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. ഈ ദളിത് കുടുംബങ്ങളിലെ, അതും ദരിദ്രമായ കുടുംബങ്ങളിലെ ആളുകളെയാണ് ഇത്തരത്തിൽ കണ്ടെത്തുന്നതും മതം മാറ്റാൻ പ്രേരിപ്പിക്കുന്നതും. ഇതിനു പുറകിൽ ലൈംഗിക ചൂഷണം കൂടിയുണ്ട്. അതിൻ്റെ തെളിവുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് വിധേയമാക്കാനുള്ള ഒരു നീക്കമുണ്ടായി, അപമര്യാദയെ പെരുമാറിയിരുന്നു എന്ന കാര്യം ശിശുക്ഷേമ സമിതിക്ക് പിന്നീട് ഈ പെൺകുട്ടി മൊഴിയായി നൽകിയിട്ടുണ്ട്. പോലീസ് ആദ്യം പെൺകുട്ടിയെ ഈ കസ്റ്റഡിയിലേക്ക് എടുക്കുകയും പിന്നീട് ശിശുക്ഷേമ സമിതിക്ക് കൈമാറുകയുമായിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് വിശദമായ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഈ മൊഴിയായി കൂടുതൽ കാര്യങ്ങൾ പെൺകുട്ടി പറയുന്ന നിലയുണ്ടാകുന്നത്. മറ്റ് ആളുകളെയും യുപിയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നത് സംബന്ധിച്ച സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഏതായിരുന്നാലും അത്യന്തം ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടെ ഏജൻസികളുടെയൊക്കെ തന്നെ, അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി പല ഭീകര സംഘടനകളും അവരുടെ തീവ്ര സംഘടനകളും അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ട നില വന്നെങ്കിൽ കൂടിയും അവരുടെ മറയായി അല്ലെങ്കിൽ അവർക്ക് തണലായി നിൽക്കുന്ന മറ്റ് സ്ഥാപനങ്ങളുണ്ട്. അവരുടെ പ്രവർത്തനം ഇപ്പോഴും നടക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന, തെളിവാവുന്ന ഒരു സംഭവമായി ഇത് മാറുകയാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കേരളത്തിലെത്തിച്ച് മതം മാറ്റം നടത്തുന്ന സംഘം അവർ യുപിയിൽ നിന്നാണ് ഇവിടെ എത്തി ഈ സംഭവങ്ങളിൽ ഏർപ്പെട്ടത്. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.